രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സൗന്ദര്യ ലഹരി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5ാമത്തെ ശ്ലോകമാണ്, 5ാമത്തെ എപ്പിസോഡുമാണിത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ പ്ലേലിസ്റ്റ് എടുത്താൽ സൗന്ദര്യ ലഹരി എന്ന ഹെഡിങ്ങിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ സർവസ്വവുമായ രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള അസാധാരണമായ പ്രണയത്തിൻ്റെ കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. രാധാജിയുടെ ജനനം മുതൽ മരണം വരെയുള്ളത് കിട്ടും. എല്ലാ ബുധനാഴ്ചയും ഇനി മിക്കവാറും നിങ്ങൾക്ക് ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് സൗന്ദര്യ ലഹരി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ കൊല്ലത്താണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ ഒരു രീതി. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നത് പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്ലേലിസ്റ്റിനകത്തുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ നിങ്ങൾക്ക് നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ആ ഷോർട്ട് വീഡിയോസ് വളരെ പ്രയോജനം ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്നും രാവിലെ 5:30 മണിയാകുമ്പോൾ എൻ്റെ മോർണിംഗ് മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഓരോ ദിവസവും നല്ല പോസിറ്റീവ് എനർജിയോടുകൂടിയും നല്ല അറിവോടുകൂടിയും വേണം നമ്മൾ ഒരു ദിവസം ആരംഭിക്കേണ്ടത്. ഒരു ദിവസം നമ്മൾ എങ്ങനെ ആരംഭിക്കുന്നു എന്നതാണ് അന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ ജീവിതത്തെ ആശ്രയിച്ച് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് മെസ്സേജ് കേൾക്കുമല്ലോ. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് രാധാ കവചമുണ്ട്, അത് 2 എണ്ണമുണ്ട്, 2ഉം പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട്. രാധാ മാനസതന്ത്രം നമ്മുടെ അൽബ പാടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ,
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പാടിത്തരുന്നത് ഇതിനകം വെച്ച് നിങ്ങളുടെ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞ സുനിലാണ്. സുനില് അതിമനോഹരമായിട്ടാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. അപ്പൊ തിരക്കുകൾക്കിടയിലും ഈ രാധേ രാധേ ചാനലിനു വേണ്ടി സമയം കണ്ടെത്തുകയും സൗന്ദര്യ ലഹരിയുടെ ഓരോ വാക്കിൻ്റെയും അർത്ഥം ഉൾക്കൊണ്ട് അതിൻ്റെ ആശയം എന്താണെന്ന് ഉൾക്കൊണ്ട് നന്നായി മനസ്സിലാക്കി അപ്പോൾ എന്ത് ആത്മാർത്ഥതയോടെയാണ് നമ്മുടെ സുനിൽ പാടിയിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, നമുക്ക് നാരായണീയത്തിന് വേണ്ടി സുനിൽ പാടിത്തരുന്നുണ്ട്. എപ്പം സുനിലിനോട് നമുക്ക് ഇന്ന ഒരു ശ്ലോകം വേണമെന്ന് പറഞ്ഞാൽ ഒട്ടൻ രാധേ രാധേ ചാനലിന് വേണ്ടി സുനിൽ പാടിത്തരും. അപ്പൊ രാധേ രാധേ ചാനലിന് ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയായ, ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ, എനിക്കെൻ്റെ കുഞ്ഞനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന സുനിൽ അത് അതിമനോഹരമായി പാടുന്നു. കേട്ടുകൊള്ളൂ, അതിനുശേഷം ഞാൻ പഠിപ്പിക്കാം. ഹരിസ്ത്വാമാരാധ്യ പ്രണതജനസൗഭാഗ്യജനനീം പുരാനാരീ ഭൂത്വാ പുരരിപുമഭിക്ഷോപമനയത് സ്മരോപി ത്വാം നത്വാ ഹൃദിനയനലേഹ്യേന വപുഷാ മുനീനാമഭ്യന്തഃ പ്രഭവതി ഹി മോഹായ മഹതാ. അപ്പോൾ നമ്മുടെ സുനില് അത് മനോഹരമായി നിങ്ങൾക്ക് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നമ്മൾ നോക്കേ. ഹരിസ്ത്വാ മാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാനാരീ ഭൂത്വാ പുരരിപുമഭി ക്ഷോഭമനയത് സ്മരോ അഭിത്വാം നത്വാ രതി നയന ലേഹേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതിഹി മോഹായ മഹതാം. അർത്ഥം എഴുതിക്കൊള്ളൂ. ഹരി വിഷ്ണു. ത്വാം ആരാധ്യ, അർത്ഥം ദേവിയെ ആരാധിക്കുന്നു. ത്വാം ആരാധ്യ, ദേവിയെ ആരാധിക്കുന്നു എന്നാണ് അർത്ഥം. പ്രണതജന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ജനങ്ങൾക്ക്, ദേവിയെ നമസ്കരിക്കുന്ന ജനങ്ങൾക്ക്. സൗഭാഗ്യജനനീം, അർത്ഥം ഭാഗ്യം നൽകുന്നവളും. പുര എന്ന് പറഞ്ഞ പണ്ട്. നാരീഭൂത്വ, സ്ത്രീ രൂപമായി മാറിയിട്ട്. പുരരിപും അഭി എന്ന് പറഞ്ഞ ത്രിപുരാന്തകനായ പരമശിവനെ കൂടി. ക്ഷോഭം അനയത്, മനോവികാരം ഉണ്ടാക്കി എന്നുവെച്ചാൽ മനസ്സിനെ ഇളക്കി. സ്മരോ അഭി എന്ന് പറഞ്ഞ കാമദേവനും. ത്വാം നത്വ, ദേവിയെ നമസ്കരിച്ചിട്ട്. രതി നയന, അർത്ഥം രതീദേവിയുടെ കണ്ണുകൾക്ക് മാത്രം. കാമദേവന്റെ പത്നിയാണ് രതീദേവി. ലേഖ്യേന വപുഷ, വിഷയമായിരിക്കുന്ന ശരീരം കൊണ്ട് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന, രതീദേവിക്ക് മാത്രം, സ്വന്തം ഭാര്യയ്ക്ക് മാത്രം കാണാൻ പറ്റുന്ന ശരീരം കൊണ്ട്. മുനീനാമപ്യന്ത, മുനികളുടെയും മനസ്സിൽ. പ്രഭവതിഹി, അർത്ഥം സമർത്ഥനായി ഭവിക്കുന്നു. മോഹായ, അർത്ഥം മോഹത്തെ ജനിപ്പിക്കുന്നതിന്. മഹതാം, മഹാത്മാക്കളായ. അപ്പൊ ആദ്യം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ മഹാദേവി, ദേവിയെ ആരാണോ നമസ്കരിക്കുന്നവര്,
അവർക്ക് സകല സൗഭാഗ്യങ്ങളും കൊടുക്കുന്ന ത്രിപുര സുന്ദരിയാണ് അമ്മ. ദേവിയെ ആരാധിച്ച് ശ്രീ മഹാവിഷ്ണു പണ്ട് സ്ത്രീരൂപം സ്വീകരിച്ചു. ആ സ്ത്രീരൂപം കണ്ടിട്ട് ത്രിപുരാന്തകനായ ശിവന്റെ മനസ്സുപോലും ഇളകിപ്പോയി. കാമദേവനും പണ്ട് ദേവിയെ നമസ്കരിച്ചിട്ട് അനുഗ്രഹം തേടി. എന്നിട്ട് എന്തു ചെയ്തു? തൻ്റെ പത്നിയായ രതീദേവിക്ക് മാത്രം കാണാവുന്ന ശരീരമാണ് ശരിക്കും കാമദേവൻ്റെത്. ആ കാമദേവൻ പോലും മുനിമാരുടെ മനസ്സിൽ മോഹത്തെ ജനിപ്പിക്കുന്നതിന് സമർത്ഥനായി തീർന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദേവി തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക്, ഉപാസിക്കുന്നവർക്ക് സൗഭാഗ്യങ്ങൾ വാരിക്കോരി കൊടുക്കും. മഹാവിഷ്ണു ഭഗവാൻ ദേവിയെ ഉപാസിച്ചത് കൊണ്ടാണ് സ്ത്രീരൂപമായ മോഹിനി വേഷം കെട്ടാൻ പറ്റിയത്. ആ മോഹിനി വേഷത്തിൽ ത്രിപുരാന്തകനായ ശിവൻ പോലും ഇളകി വീണുപോയി. ശരീരം നശിച്ചു പോയ കാമദേവൻ പോലും ദേവിയെ ഉപാസിച്ച് അതിസുന്ദരമായ സ്ത്രീരൂപം പ്രാപിച്ചിട്ട് മുനിമാരുടെ മനസ്സിനെ ഇളക്കുന്നു. അങ്ങനെ ശ്രീവിദ്യാ ഉപാസനയിലൂടെ ദേവിയെ ആരാണോ ഉപാസിക്കുന്നത് അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മഹാ ത്രിപുരസുന്ദരിയെ ഉപാസിക്കുന്നവരിൽ പ്രഥമ സ്ഥാനം നമ്പർ 1 ശിവഭഗവാനാണ്. 2ാം സ്ഥാനം മഹാവിഷ്ണു ഭഗവാനാണ്. അപ്പം മഹാ ത്രിപുരസുന്ദരിയായ ദേവിയെ ഉപാസിക്കുന്നവരിൽ നമ്പർ 1 ശിവനും നമ്പർ 2 എന്ന് പറയുന്നത് മഹാവിഷ്ണുവുമാണ്. ശ്രീവിദ്യാ മന്ത്രഭേദങ്ങളിൽ നിങ്ങൾ ഒരു മന്ത്രത്തിൻ്റെ ഋഷിയായിട്ട് മഹാവിഷ്ണുവിനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും, നമ്മൾ ഏത് സഹസ്രനാമം എടുത്താലും ഇല്ലേ അനുഷ്ടുപ് ചന്ദക ഋഷി എന്നും പറഞ്ഞ് ആരുടെയെങ്കിലും പേര് കൊടുക്കും. എന്താണ് ഈ ഋഷി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സഹസ്രനാമങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ഋഷി ഋഷി എന്ന് കിടക്കും. ഈ ഋഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആരാണോ വേദത്തിലുള്ള മന്ത്രത്തെ ആദ്യം കണ്ടെത്തിയിട്ട് ആ മന്ത്രം ഉപാസിച്ച് സിദ്ധി പ്രാപിച്ചത്, ആ ആളിനെയാണ് നമ്മൾ ഋഷി എന്ന പേര് വിളിക്കുന്നത്. വേദത്തിൽ ഒരു മന്ത്രമുണ്ടെന്ന് കണ്ടെത്തി, ഇപ്പോൾ ഓം നമോ നാരായണായ വേദത്തിലെ ഒരു മന്ത്രമാണ്. ഇത് കണ്ടെത്തിയിട്ട് ഏറ്റവും ആദ്യം അത് ജപിച്ച് നാരായണനെ പ്രത്യക്ഷപ്പെടുത്തിയത് ആരോ അയാളെയാണ് ഋഷി എന്ന് വിളിക്കുന്നത്. അപ്പൊ ശ്രീവിദ്യാ മന്ത്രത്തില് അതിൻ്റെ വകഭേദത്തിൽ ഒരെണ്ണത്തിൻ്റെ ഋഷി മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്രീവിദ്യാ മന്ത്രം കണ്ടുപിടിച്ച് അതിനെ ഉപാസിച്ച് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ് മഹാവിഷ്ണു. അതുകൊണ്ടാണ് അദ്ദേഹം ആ മന്ത്രത്തിൻ്റെ ഋഷിയായി മാറിയത്. ഈ ശ്ലോകമുണ്ടല്ലോ ഒരു 1.5 മന്ത്രമാണെന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്യപൂർവമായ ഒരു മന്ത്രമാണ്. അത് ശ്ലോകമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ശ്ലോകത്തിന്റെ തുടക്കത്തിലെ ഹരി എന്ന ശബ്ദമുണ്ട്. അതിലെ ഹകാരവും അതിലെ ഹരി എന്നതിലെ രാ എന്ന ശബ്ദം, അതിനെ രേഭം എന്ന് പറയും. അപ്പൊ ഹരി എന്നതിലെ ഹകാരം, രേഭം എന്നതിലെ ഹരിയിലെ രായാണ് രേഭം. അപ്പൊ ഹരി എന്ന ശബ്ദത്തിലെ ഹകാരവും രേഭവും, അതേ കണക്ക് 1ാം വരിയിലെ അവസാനത്തെ ജനനീം എന്നതിലെ ഈം എന്ന വാക്കിലെ സ്വരാക്ഷരവും എടുത്ത്, അതേ കണക്ക് 3ാം വരിയിലെ സ്മര എന്ന ശബ്ദമുണ്ട്. ആ സ്മര എന്ന ശബ്ദം കൊണ്ട് കാമബീജവും നിർമ്മിച്ചു. 3ാം വരിയിലെ അവസാന പദമുണ്ടല്ലോ വപുഷ, അതിലെ വപു എന്ന ശബ്ദത്തിലെ വാ എന്ന ശബ്ദം വകാരവും എടുത്ത് ഈ 3ാം വരിയിലെ തന്നെ ലേഖ്യ ശബ്ദത്തിലെ ലേകാരവും എടുത്ത് 4ാം വരിയിലെ മുനീനാം എന്നതിലെ അനുസ്മാരവും ചേർന്ന് കഴിയുമ്പോൾ ഒരു അത്യപൂർവ മന്ത്രമായി. അതാണ് സാധ്യ സിദ്ധ്യാസനം. സാധ്യ സിദ്ധ്യാസന വിദ്യയുടെ ബീജാക്ഷരങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് ആലോചിക്കുക. അപ്പൊ സാധ്യ സിദ്ധാസന എന്ന അത്യപൂർവമായ ഉപാസനയുടെ
ബീജാക്ഷരമുണ്ടായത് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന ശ്ലോകത്തിലെ ഹരിശബ്ദത്തിലെ ഹകാരവും രേഫവും ജനനീമിലെ ഈം എന്നതിലെ സ്വരവും സ്മരശബ്ദം കൊണ്ട് കാമബീജവും മൂന്നാം വരിയിലെ അവസാന പദമായ വപുഷയിലെ വപുവും വപുവിലെ വകാരവും മൂന്നാം വരിയിലെ ലേഖ്യാശബ്ദത്തിലെ ലേകാരവും നാലാം വരിയിലെ മുനീനാം എന്നതിലെ അനുസ്വാരവും ചേർത്താണ് സാധ്യ സിദ്ധാസന വിദ്യയുടെ ബീജാക്ഷരങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാരാവുന്നു? ഒരു ഒന്നൊന്നര മന്ത്രമാണ്. ഈ 5-ാം ശ്ലോകം നിത്യവും ചൊല്ലുന്നവർക്ക് സർവ്വവിധ ഐശ്വര്യവും കിട്ടും. കാരണം ഇതിന്ന് സൃഷ്ടിച്ചതാണ് അത്യപൂർവമെന്ന് നമ്മൾ വാഴ്ത്തുന്ന സാധ്യ സിദ്ധാസന വിദ്യയുടെ ബീജാക്ഷരങ്ങളെന്ന് മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ് ഈ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ദേവിയെ ആരാണോ ഉപാസിക്കുന്നത് അയാൾ സ്വയം ദേവിയായി മാറും. ദേവിയെ ഉപാസിക്കുന്നവൻ സ്വയം ദേവിയായി മാറും. ഇപ്പം മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നവൻ സ്വയം മഹാവിഷ്ണു ആകില്ല. ശിവനെ ഉപാസിക്കുന്ന ആള് സ്വയം ശിവനുമാകില്ല. പക്ഷെ ദേവിയെ ആരാണോ ഉപാസിക്കുന്നവര് അവര് ദേവിയായി മാറും. മഹാവിഷ്ണു പരാശക്തി സ്വരൂപമായ മഹാത്രിപുര സുന്ദരിയെ ഉപാസിച്ച് ഒടുവിൽ മഹാവിഷ്ണു ആ രൂപമുരുകി ദേവിയുടെ രൂപം പ്രാപിച്ചതാണ് മോഹിനി എന്ന് പറയുന്നത്. നമുക്ക് വ്യക്തമായിട്ടറിയാം ഇല്ലേ? ആ മോഹിനി രൂപം ധരിക്കുകയും പാലാഴി കടഞ്ഞ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ആ മോഹിനി രൂപം പ്രാപിച്ചത് അങ്ങനെയാണ്. ആ മോഹിനി രൂപം കൊണ്ട് മഹാവിഷ്ണു എന്താ ചെയ്തത്? ആ 3 ലോകങ്ങളെയും ഭസ്മമാക്കാൻ ശക്തിയുള്ള ശിവന്റെ മനസ്സിളക്കാൻ വരെ മഹാദേവിയുടെ അനുഗ്രഹത്താൽ ദേവീ സ്വരൂപം പ്രാപിച്ച മഹാവിഷ്ണുവിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആദി പരാശക്തിയുടെ ഉപാസകന് കിട്ടുന്ന ശക്തി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. തീവ്രമായ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മഹാവിഷ്ണു ദേവിയെ ഉപാസിച്ചതുകൊണ്ട് മാത്രമാ മോഹിനി വേഷം കെട്ടുന്നതും ആ മോഹിനി വേഷം കണ്ടപ്പോൾ ശിവന്റെ മനസ്സ് വരെ ഇളകുകയും അങ്ങനെയാണ് അയ്യപ്പൻ ജനിക്കുന്നതും. ഈ മോഹിനി വേഷമാണ് അമൃത് വീണ്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും. ഇതൊക്കെ മഹാവിഷ്ണു ചെയ്തത് മഹാവിഷ്ണുവിൻ്റെ സ്വന്തം ശക്തി കൊണ്ടല്ല. സ്വന്തം ശക്തി കൊണ്ട് അങ്ങനെ ആകാൻ സാധ്യമല്ലെന്ന സത്യം പ്രേക്ഷകര് അറിയുക. പിന്നെ മഹാവിഷ്ണുവിന് പോലും ആ സ്ത്രീരൂപം ആകാൻ കഴിഞ്ഞത് മഹാവിഷ്ണു ശ്രീവിദ്യാ ഉപാസനയിലൂടെ ദേവിയെ ആരാധിച്ചതുകൊണ്ടാണ്. അതേ കണക്ക് തന്നെ നമ്മുടെ കാമദേവന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ശിവൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി കളഞ്ഞു. അപ്പൊ ശിവന്റെ ശാപം കൊണ്ട് സ്വന്തം രൂപം നഷ്ടപ്പെട്ടു പോയ ആളാണ് കാമദേവൻ എന്ന് പറയുന്നത്. ആ രൂപം ഇനി തിരിച്ചു കിട്ടില്ല, കാരണം ശിവന്റെ ശാപമാണ്. അങ്ങനെയുള്ള കാമദേവൻ എന്തു ചെയ്തു? ആദി പരാശക്തിയെ മഹാദേവിയെ പിന്നെ ഉപാസിച്ചു. അങ്ങനെ ഉപാസിച്ച് രൂപമില്ലാതായ കാമദേവന് രൂപം കിട്ടി. അതിസുന്ദരിയായ സ്ത്രീയുടെ രൂപം കിട്ടുകയും അങ്ങനെ മഹാമുനിമാരുടെ മനസ്സിൽ പോലും കാമവികാരം രതിവികാരം ഉളവാക്കാൻ കഴിവുള്ളവനായി തീരുകയും ചെയ്തു. അങ്ങനെ സാക്ഷാൽ കാമദേവന് ദേവിയെ ഉപാസിച്ചതുകൊണ്ട് സ്ത്രീരൂപം കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദേവിയുടെ ഉപാസകന്റെ പുറത്ത് ശിവന്റെ ശാപം പോലും ഫലിക്കില്ല. അല്ലെങ്കിൽ ശിവഭഗവാന്റെ ശാപത്തെ അതിജീവിക്കാൻ ഒരു ദേവി ഉപാസകന് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ദേവിയുടെ ഉപാസകനെ തൊട്ട് കളിക്കാൻ ആർക്കും ധൈര്യം വരില്ല എന്നറിയുക. നിങ്ങളിപ്പോൾ കൃഷ്ണന്റെ ഉപാസകനാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ ശിവന്റെ ശാപം കിട്ടും, അത് ചുമന്നുകൊണ്ട് കിടക്കാം. ശിവഭഗവാന്റെ ആണെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണന്റെ ശാപം പിടിച്ചു വെക്കാം. പക്ഷെ ദേവി ഉപാസകനെ ആർക്കും ശപിക്കാൻ ധൈര്യം വരില്ല. ശപിച്ചാലൊട്ട് അത് ഫലിക്കുകയുമില്ല. അതുകൊണ്ടാണ്
ദേവിയുടെ കഠിന ഉപാസകനായി കാമദേവൻ മാറിയപ്പോൾ ആ ശിവശാപം ഭരിക്കാതെ കാമദേവന് പോലും ഏത് കിട്ടിയത്? ഈ രൂപം കിട്ടിയത്. അപ്പൊ ശിവശക്തിയെ പോലും അതിജീവിക്കാൻ പരാശക്തി ഉപാസകന് കഴിയുമെന്ന സത്യം ഈ ശ്ലോകത്തിലൂടെ ശിവഭഗവാൻ തന്നെ വെളിവാക്കി തരുന്നു. കാരണം ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് ശിവഭഗവാനാണ്. അപ്പൊ ശിവഭഗവാൻ നേരിട്ട് പറയുകയാണ്, എൻ്റെ ശാപത്തെ പോലും അതിജീവിക്കാൻ ദേവിയുടെ ഉപാസകന് കഴിഞ്ഞു. അതുകൊണ്ട് എന്നേക്കാൾ വലുതാണ് ആരെന്ന് പറയുന്നത്? എന്നെയും മഹാവിഷ്ണുവിനെയും കാൾ വലുതാണ് ദേവി. അതുകൊണ്ട് നിങ്ങൾ ദേവി ഉപാസന നിർബന്ധമായും ചെയ്യണം. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, പുരുഷ ദൈവത്തെ മാത്രം ആരാധിച്ചാൽ നിങ്ങൾ കിടന്ന് ഇറ വരയ്ക്കും. ശക്തിയില്ലാതെ പുരുഷ ദൈവങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശിവഭഗവാൻ തന്നെ നേരിട്ട് പറയുന്നു, എൻ്റെ ശാപത്തെ പോലും അതിജീവിച്ചവനാണ് ആര്? ദേവിയെ ഉപാസിച്ച കാമദേവൻ എന്ന് പറയുന്നത്. അപ്പൊ ദേവി തന്നെ ഉപാസിക്കുന്നവരിൽ പ്രകടമാകാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ്. അപ്പൊ ജീവാത്മാവായ നമ്മളും പരമാത്മാവായ പരാശക്തിയും തമ്മിൽ ഐക്യപ്പെടുന്നതാണ് ശക്തി സാധന തത്വം എന്ന് പറയുന്നത്. അപ്പൊ ശക്തി സാധന തത്വം എന്ന് നിങ്ങൾ കേട്ടിരിക്കും. എന്താണ് ശക്തി സാധന തത്വം? ഇപ്പൊ ഞാൻ ജീവാത്മാവാണ്, ഞാൻ രാധാറാണിയെ ഉപാസിക്കുകയാണ്. അങ്ങനെ ഉപാസിച്ച് ഒരു ഘട്ടം വരുമ്പോൾ എന്നിൽ സ്ത്രൈണഭാവങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അങ്ങനെ ഞാൻ ആരായി മാറും? ഉപാസനയുടെ അന്തിമ ഘട്ടം വരുമ്പോൾ ഞാനും സ്ത്രീയായി മാറും, എന്ന് പറഞ്ഞാൽ ദേവിയായി മാറും, ആദി പരാശക്തിയായി മാറും. അപ്പൊ ജീവാത്മാവായ ഞാനെ പരമാത്മാവായ ദേവിയുടെ രൂപത്തിലേക്ക് അങ്ങ് അറിയാതെ പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഈ ദേഹം മാറുന്നു എന്നല്ല അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഭാവങ്ങളും മറ്റും തനി സ്ത്രൈണമായിട്ടങ്ങ് മാറിക്കഴിയും. ഈ അവസ്ഥയാണ് ശക്തി സാധന തത്വം എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ശിവഭഗവാൻ ഈ വരികളിലൂടെ പറഞ്ഞു തരികയാണ്, ശിവനെ ഉപാസിക്കുന്നവർ ഒരിക്കലും ശിവനായി മാറില്ല, മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നവർ ഒരിക്കലും മഹാവിഷ്ണുവായി മാറില്ല. പക്ഷേ ദേവിയെ ഉപാസിക്കുന്നവൻ ആരായി മാറും? ദേവിയായി മാറുമെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ദേവിയെ ഉപാസിക്കുന്നതിന് പല രീതികളുണ്ട്. അതിൽ ഒന്നാണ് ശ്രീവിദ്യ ഉപാസന. പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പ്രേക്ഷകന് ഒന്നും അതിനകത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ശ്രീവിദ്യ ഉപാസനയും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്കിഷ്ടം രാധാദേവിയാണെങ്കിൽ എപ്പോഴും ഓം രാധായേ സ്വാഹ, പാർവതി ദേവിയാണെങ്കിൽ ഓം ഉമായേ നമ, ലക്ഷ്മി ദേവിയാണെങ്കിൽ ലക്ഷ്മിയുടെ മന്ത്രം, ഏതെങ്കിലും ഒരു ദേവി, കാളി ദേവിയാണെങ്കിൽ കാളിയുടെ മന്ത്രം. നിങ്ങളല്ലാതെ ഒരു വഴികളും തേടണ്ട. അയ്യോ എനിക്ക് ശ്രീവിദ്യ ഉപാസന അറിഞ്ഞുകൂടല്ലോ, ഒന്നും വേണ്ട. അതാണ് ദേവിയുടെ പ്രത്യേകത. ഒരു ഉപാസനാ രീതികളും വേണ്ട. ഇപ്പൊ ഞാൻ രാധാഭക്തനാ, എനിക്കൊരു ഉപാസനാ രീതിയും വേണ്ട. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ എന്ന് ഞാൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആദിപരാശക്തിയായി മാറും. അപ്പൊ ശിവഭഗവാൻ ഭൂമിയിലെ മനുഷ്യരെടുത്ത് പറയുകയാണ്, ഹേ മനുഷ്യ, നിനക്കൊക്കെ ജന്മം കിട്ടിയത് ദേവിയെ ഉപാസിക്കാനാണ്. അങ്ങനെ ഉപാസിച്ചെന്നാണോ നീ ദേവീ രൂപം പ്രാപിക്കുന്നത്, അതിനെയാണ് മോക്ഷമെന്ന് പറയുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. പുരുഷരൂപമായ ശിവനെയും കൃഷ്ണനെയും മഹാവിഷ്ണുവിനെയും ഉപാസിക്കുമ്പോൾ മോക്ഷം കിട്ടുമെന്നില്ല. അവർക്കാർക്കും മോക്ഷം തരാൻ പറ്റില്ല. ഇത് പറയുന്നത് ഞാനല്ലേ, ശിവഭഗവാൻ തൻ്റെ ശ്ലോകത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ഹേ മനുഷ്യ, നിനക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് ദേവിയെ ഉപാസിക്കാനാണ്. അങ്ങനെ ഉപാസിച്ച് ദേവിയുമായി താതാത്മ്യം പ്രാപിക്കുക. അതിനെ ശക്തി സാധന തത്വമെന്ന് പറയും. അതോടെ നിനക്ക് മോക്ഷം കിട്ടും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ഇന്നു തൊട്ട് ദേവിയെ ഉപാസിക്കുക. ശരിക്കും ആദിപരാശക്തി എന്ന ദേവി രാധാറാണി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയും, രാധാറാണിയെ ഉപാസിക്കുക. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ,
ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.